मेरा झुमका रे हाय हाय मेरा झुमका रे ലക്ഷ്മി വാവ നീ എൻ സൗഭാഗ്യം വാവ. എൻ്റെ അമ്മയുടെ ജിമിക്കും കമ്മലും അല്ല, ഇതെൻ്റെ സ്വന്തം ജിമിക്കും കമ്മലും. ഇത് ഇച്ചിരി കടുപ്പാണ് മോനെ. കടന്നു വരൂ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ എല്ലാവരും കടന്നു വരൂ എൻ്റെ ജിമിക്കി കമ്മൽ ശേഖരത്തിലേക്ക്. മേരാ झुमका रे हाय हाय मेरा झुमका रे. എൻ്റെ അമ്മയുടെ ജിമിക്കും കമ്മലും അല്ല, ഇതെൻ്റെ സ്വന്തം ജിമിക്കും കമ്മലും. എല്ലാവർക്കും ദേവി ചന്ദന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഓർണമെന്റ്സിന്റെ എപ്പിസോഡ് കണ്ടപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി മാലകൾ മാത്രം കാണിച്ചില്ലല്ലോ, കമ്മൽ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്, അതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ ഭക്തവത്സല. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ജിമിക്കി കമ്മൽ എക്സ്ക്ലൂസീവ് എപ്പിസോഡ് കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചു, എൻ്റെ ചേച്ചി ഇതെല്ലാം കൂടെ മേടിച്ചുള്ള കാശ് മൊത്തം കളയുവാണല്ലോ, ഒരു കട തുടങ്ങാനുണ്ടല്ലോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് എത്രയോ വർഷത്തെ കളക്ഷനാണെന്ന് പറയുന്നത്. 10-20 വർഷമായിട്ട് ഈ ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ഈ കമ്മലുകളെല്ലാം. കുറച്ചൊക്കെ പുതിയതുണ്ട്, കുറച്ചൊക്കെ പഴയതുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെ ദേ നോക്കി, കമോൺ നമ്മുടെ നെയിലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ശരി, ഏതിൻ്റെയും ഐശ്വര്യമായിട്ട് ഒരു തുടക്കം വേണമല്ലോ അല്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് കാണിക്കാൻ പറ്റാത്തൊരു ഏരിയ ആയിരുന്നു എൻ്റെ ടെമ്പിൾ ജ്വല്ലറി. അതായത് ടെമ്പിൾ ജ്വല്ലറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഡാൻസിന് ഉപയോഗിക്കുന്നതാണ്. ഇത് ടെമ്പിൾ ജ്വല്ലറിയിൽ ചെയ്തിരിക്കുന്ന ഒരു ജിമിക്കിങ് കമ്മലുമാണ്. ഇതാ നോക്കി, നല്ല ഭംഗിയില്ലേ. ഒരു സർപ്പത്തിൻ്റെ ഭണവും അതിനോട് ചേർന്ന് മാട്ടി. ഇത് ശരിക്കും ഭരതനാട്യത്തിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നോർമൽ ജിമിക്കിങ് കമ്മൽ. ഇതും ടെമ്പിൾ സെറ്റ് തന്നെയാണ്. ശരിക്കും ഇപ്പോൾ ടെമ്പിൾ സെറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം കൂടെ പറഞ്ഞു തരാം. ഇതല്ലേ ഈ സ്റ്റോൺസ് എല്ലാം, ഇത് കെംപ് സ്റ്റോൺസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മുടെ നോർമലായിട്ട് ഈ സ്റ്റോണിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഈ കോട്ടിങ് എല്ലാം സിൽവറും ഗോൾഡും ഫിനിഷാണ്. അപ്പോൾ സിൽവറിനും ഗോൾഡിനും പൈസ കൂടുന്നതനുസരിച്ച് ഈ ടെമ്പിൾ ജ്വല്ലറിക്കും നല്ല പൈസ കൂടും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 9ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ചുട്ടിയും മാട്ടിയും ഒക്കെ സെറ്റും ഇതുപോലത്തെ ജിമിക്കിങ് കമ്മലും എല്ലാം കൂടെ നമുക്കൊരു 10,000 രൂപയ്ക്ക് അകത്ത് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു ചുട്ടിയും മാട്ടിയും സെറ്റിന് മാത്രം 30,000 രൂപയാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് കണ്ടോ, നമ്മൾ സ്ഥിരം കാണുന്ന ജിമിക്കുകളിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ജിമിക്കുകൾ കാണിക്കാനാണ് ഞാൻ ഇന്നത്തെ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇതിന് നല്ല വെയിറ്റുള്ള ജിമിക്കിയാണ്, പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ള ജിമിക്കിയാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും ഒരു നല്ല വെറൈറ്റി ജിമിക്കിയാണ്. ഇത് ടെറാക്കോട്ട കൊണ്ട് ചെയ്തിരിക്കുന്ന ജിമിക്കി കേട്ടോ. ഇത് നോക്കിയേ, ഇതിലെല്ലാം മൾട്ടി കളർ സ്റ്റോൺസ് ആണ്. നല്ല ഭംഗിയാണ്. ഇതിന് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പേളും എല്ലാം കൂടെ ഉള്ള അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് എപ്പോഴൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതിൻ്റെ തന്നെ വെറൈറ്റി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ടെറാക്കോട്ടയുടെയാണ്. ഇതാ നോക്കി, കണ്ടോ, ഇത് കണ്ടോ, ഈ ടെറാക്കോട്ടയുടെ കമ്പനി ഉണ്ടോ. ഇതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, എല്ലാം ജിമിക്കി മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഇതും വളരെ ഡിഫറെൻ്റ് ആണ്. ടെറാക്കോട്ടയുടെ ഒരു മൾട്ടി കളറായിട്ടുള്ളൊരു ജിമിക്കി. ഇതും ടെറാക്കോട്ടയാണ്. ഇതാ എല്ലാ കളറുകളും ഉണ്ട് ഇതിൽ. ഇത് നോക്കി, ക്യൂട്ടാണ്. ഇതിലൊരു ബ്ലാക്ക് ഹാങ്ങിങ് ഉണ്ട്. കണ്ട, നമ്മൾ ഈ മോഹിനിയാട്ടത്തിനൊക്കെ നമ്മൾ വലിയ ജിമിക്കി ഇടുവേ, അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ജിമിക്കി കാണിച്ചിട്ട് അത് നോക്കി, കണ്ടോ. നമ്മൾ നേരത്തെ കാണിച്ച ടെമ്പിൾ ജ്വല്ലറി ഇല്ലേ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അത് വലിയ എക്സ്പെൻസീവ് അല്ല കേട്ടോ. അതിൻ്റെ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു വലിയ ജിമിക്കി ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ശരിക്കും ആക്ച്വൽ ടെമ്പിൾ സ്റ്റോൺ അല്ല. ഇത് നമ്മുടെ സാധാരണ കല്ലാണ്. ഇതൊക്കെ ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോഴേ ആദ്യമേ പറയുകയാണ്. പക്ഷെ നമ്മളിത് സൂക്ഷിച്ച് ഒരു കല്ല് ഇളകിപ്പോയാൽ വീണ്ടും തിരിച്ചൊട്ടിച്ച് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ഇത്രയും ഭംഗിയായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് നോക്കിയേ, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജിമിക്കിയാണ്. നല്ല ഭംഗിയില്ലേ.
ഇത് ശരിക്കും ബ്ലാക്ക് മെറ്റലിൽ ശരിക്കും ആൻറ്റിക് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്ക് മെറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്ലാക്കിഷ് ഇതുണ്ട്, ശരിക്കും ഇതൊരു സിൽവർ ഫിനിഷ് ഉണ്ട്. ഇതിലൊരു ബ്ലാക്ക് മെറ്റലും സിൽവറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫിനിഷാണ്. നല്ല രസമുള്ള ഒരു എക്സ്ക്ലൂസീവ് പീസാണ് ഇത്. ജിംകി അല്ല, പക്ഷേ ഇത് അതിൻ്റെ ഒരു മിക്സഡ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഗണപതിയുടെ അത് ഗണപതി ശരിക്കും ഗോൾഡ് ഫിനിഷിലും ബാക്കി മൊത്തം സിൽവറും ആൻറ്റിക്കും കൂടെ ഉള്ള ബ്ലാക്ക് മെറ്റൽ ഫിനിഷിലുമാണ്. ഇതെല്ലാം നല്ല കുറച്ച് വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. ഇത് നോക്കിയേ, ഈ ജിംകി ഉണ്ടോ? അയ്യടാ, ഒരു മയിലാണ്. അതിൻ്റെ അറ്റത്ത് നോക്കി ഒരു കുഞ്ഞ് ജിംകി, പിന്നെ ഒരു കുഞ്ഞ് ഒരു പേളല്ല ശരിക്കും, അതൊരു റൂബി സ്റ്റോൺ പോലത്തെ ഒരു ഇത് ഹാങ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ്. വേറൊരു കമ്മലാണ് ചെറിയ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മല. ഈ ജിംകിയുടെ പ്രത്യേകത കണ്ടോ? ഇത് നോക്ക്, അടുത്തോ. ഓ, മയിലാണ്. ഇത് ശരിക്കും സെറ്റ് മുണ്ടിൻ്റെ കൂടെ നമുക്ക് ഒരു കാഞ്ചീപുരം സിൽക്ക് സാരിയുടെ ഒക്കെ കൂടെ ട്രഡീഷണൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്മലും കൂടെയാണ്. ഇനി ഞാൻ ഏതാ കാണിക്കാം? ഈ മയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മയിലിൻ്റെ തന്നെ വെറൈറ്റീസ് ഓഫ് മയിൽസ് ഉണ്ട്, കാണിച്ചു തരാം. ഈ ഒരു മയിലിൻ്റെ കമ്മൽ നോക്കി, ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതെങ്ങനെ ഇടാന്ന് കാണിച്ചു തരട്ടെ. അതായത് കണ്ടോ, ഇങ്ങനെ കയറി നമ്മുടെ കാതിലോട്ട് കയറ്റുന്നു, ഇങ്ങനെ നമ്മൾ അടയ്ക്കുന്നു. ഇത് ബാക്ക് ബട്ടൺ ശരിക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ അത് ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അതിങ്ങനെ ഒരു മയിൽ ശരിക്കും ഇരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചത്. ഇത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോൾ ഇട്ടാലും ചോദിക്കാറുണ്ട്, അയ്യോ ഈ കമ്മൽ എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. നല്ല ക്യൂട്ടല്ലേ? ഇനി കാണിക്കാൻ പോകുന്ന കമ്മൽ കുറച്ച് ഹെവിയാണ്, പക്ഷെ വൺ ഓഫ് മൈ ഫേവററ്റ് കളക്ഷൻ. കാണിച്ചു തരാമേ. ഇതൊരു ലക്ഷ്മിയാണ്. ഇതാ നോക്കിയേ, ഇത് ശരിക്കും കുഷൽസിൻ്റെ കളക്ഷനാണ്. കുഷൽസിൻ്റെ അവരുടെ ഒരു പ്രീമിയം കളക്ഷനായിരുന്നു. ശരിക്കും നോർമലി കുഷൽസിൻ്റെ എല്ലാം വിത്ത് മാല ഒക്കെ ആയിട്ടാണ് വരുന്നത്, പക്ഷേ ഇതിന് കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഗ്രീന്, ഇവിടെ ബ്ലൂ, ഇവിടെ വൈറ്റ്, അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഈ മെറൂൺ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ പോവും. അതുകൊണ്ടാണ് ഞാൻ മെറൂൺ എടുത്തത്. അതെ, ഇതൊരു ജിംകി കാണിച്ചു തരാം. ആർത്തി പിടിച്ച പോലെ ആയിപ്പോയി. ഇത് നോക്കി, സാധാരണ ജിംകി എന്ന് പറഞ്ഞൊരു പാറ്റേണിൽ നോർമലി നമ്മൾ കാണുന്നത് ഒരു കമ്മൽ താഴത്തൊരു കുട. പക്ഷേ ഇത് കണ്ടോ, ഇതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ്. ഈ ജിംകി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എന്താണെന്നും കൂടെ പറഞ്ഞു തരട്ടെ. ഇതിൻ്റെ ഒരു കഥയുണ്ട്. ഇത് ഞങ്ങൾ പൗർണമി തിങ്കൾ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിത്ര ചേച്ചി ഇല്ലേ, നമ്മുടെ ചിത്ര ഷെണായി, ചിത്ര ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ജിംകിയാണ്. ചേച്ചി ഇങ്ങനെ കുറേ കളക്ഷൻസൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പം അതിൽ നിന്ന് 2-3 കളക്ഷൻസൊക്കെ നമുക്ക് പ്രിയപ്പെട്ട കളക്ഷൻസൊക്കെ എനിക്ക് തന്നു. ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു വളരെ പ്രിയപ്പെട്ട ഒരു ജിംകി ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ജിംകിയാണ്. കാരണവും കൂടെ പറയാം. നോക്കിയേ, എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇതൊക്കെ ഓൺലൈൻ ഷോപ്പിലൊക്കെ ഇപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് ഈ ജിംകി തന്നത് ഉർവശി ചേച്ചിയാണ്, നമ്മുടെ ചലച്ചിത്ര താരം ഉർവശി. കാരണം ഞങ്ങൾ ഏഷ്യാനെറ്റിൽ ഉർവശി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഉർവശി ചേച്ചിയാണ് കുറച്ച് നാൾ ഗസ്റ്റായിട്ട് വന്നിട്ടിരുന്നത്. അപ്പം അതിലൊരു മീൻകാരിയുടെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തു. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാളുടെ കാരിക്കേച്ചർ വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് തന്നത് ഒരു മീൻകാരിയുടെ ഒരു ക്യാരക്ടറായിരുന്നു, തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് ഭയങ്കര സന്തോഷം. എന്നെ വളരെയധികം ഹഗ് ചെയ്ത്. അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, നമുക്ക് റൈറ്റ്സ് അടിക്കുമ്പോൾ ക്ലെയിം വരും. അതുകൊണ്ടാണ് അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും കാണിക്കാത്തത്. ശരിക്കും ആ എപ്പിസോഡൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായി ഈ കമ്മൽ. എനിക്കത് വളരെ ഭയങ്കര മെമ്മറീസ് ഉള്ള ഒരു കമ്മലാണ്. ഇത് ഇച്ചിരി കടുപ്പാണ് മോനെ, നോക്കടാ. ഇത് നോക്കൂ, കുത്തുപ്പിനാറ് പോലെ ഇരിക്കുന്നത് കണ്ടോ? നല്ല നല്ല ഹെവിയാണ്. ഇത് ഇവിടം വരെ കിടക്കും. ശരിക്കും ഇങ്ങനത്തെ കമ്മലാണ്, ഐ മീൻ ഭയങ്കര ലെങ്ത് ഉള്ള കമ്മലുകൾ ഇടുമ്പോൾ നമ്മൾ മാല അധികം വലുതൊന്നും ഇടരുത്. ശരിക്കും സിമ്പിളായിട്ട്, മാല ഇല്ലെങ്കിൽ അത്രയും സന്തോഷം. മാല ഇടുവാണെങ്കിൽ തന്നെ സിമ്പിളായിട്ടുള്ള മാലകൾ ഇടാവുള്ളൂ. കമ്മൽ വലുതായിട്ടിരിക്കുമ്പോൾ ജങ്കായിട്ട് ഇടുമ്പോൾ മാല സിമ്പിളായിരിക്കണം. മാല നല്ല ജങ്കായിരിക്കുമ്പോൾ കമ്മൽ വളരെ സിമ്പിളായിരിക്കണം. വെറുതെ കുറേ റാൻഡം ആയിട്ടുള്ള കമ്മലുകൾ കാണിക്കാം. അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, സാധാരണ പോലെ കണ്ടു നോക്കിയേ.
വൈറ്റ് സ്റ്റോൺ. ഇത് മൾട്ടി കളേർഡ് സ്റ്റോൺസ് ആണ്. ഇത് നോക്കിയേ, നല്ല ഭംഗിയില്ലേ? ഇത് കണ്ട, എല്ലാ കളറും കാണാൻ നമുക്ക് വെള്ള കളറാണ്, വെള്ള ഹാങ്ങിങ്സ് ആണ്, പക്ഷെ ഇതിലെല്ലാ കളേഴ്സും വരും. കണ്ടോ, ഇതും ഡിഫറെൻ്റ് ആണ്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജിമിക്കി പ്രാന്തി ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആണെന്ന് ഞാൻ പറയും. ഇതാ നോക്ക്, കണ്ട, ഇതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജിമിക്കിയാണ്. ഇതും ബ്ലാക്ക് മെറ്റൽ സിൽവർ ഫിനിഷാണ്. അറ്റത്ത് വൈറ്റ് പേൾസ് ഉണ്ട്. അത് നല്ല സെറ്റ് മുണ്ടിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ചേട്ടൻ്റെ കവർ സോങ് ഉണ്ടല്ലേ, കാണാനഴകുള്ള, അതിൽ ഞാൻ ഇതിൻ്റെ ഒരു വേറൊരു സെറ്റാണ് ജിമിക്കി ഇട്ടിരുന്നത്. അത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് ഞാൻ കാണിച്ചു തരാമല്ലോ. അതിൻ്റെ കമ്മലും മാലയൊക്കെ നല്ലതാണെന്ന് എനിക്ക് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. നല്ല ഭംഗിയില്ലേ? ഇത് നമ്മൾ അന്ന് ആ ബ്ലോഗിനൊക്കെ ഇട്ടു, അത് കണ്ടില്ലേ? ലിങ്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ കയറി കാണണേ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചോടം എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ നമ്മുടെ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ പോയി കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യും. ഇത് ഈ ജിമിക്കി കണ്ടോണേ. അയ്യോ, ഇത് കുരുങ്ങി ഒരു മിനിറ്റ്. അയ്യോടാ, അതൊക്കെ എനിക്ക് സങ്കടമാവും. ഇല്ല, രക്ഷപ്പെടുത്തി. ഈ ജിമിക്കി നോക്കി, ഇത് 3 കുഞ്ഞിക്കോച്ച് ജിമിക്കികളാണ്. നല്ല ഭംഗിയുള്ള ജിമിക്കി അല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് മെറ്റൽ സിൽവർ ഫിനിഷാണ്. ശരിക്കും ബ്ലാക്ക് മെറ്റൽ ആണോ എന്ന് ചോദിച്ചാൽ, ബ്ലാക്ക് മെറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ബ്ലാക്കിഷ് ആയിട്ടായിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിനൊരു സിൽവർ ഫിനിഷും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നും. ഒരു റിയൽ ഫിനിഷുണ്ട് ഇതിന്. ഇതൊക്കെ നോർമൽ ജിമിക്കീസാണ്. ഇതാ നോക്കി, ഇതിൻ്റെ തന്നെ മാലയുണ്ട്, ഈ താമര പോലെ തന്നെ ഇരിക്കുന്ന മാല. ഇത് നമ്മുടെ ഏതോ ഒരു ഷൂട്ടിന് ഇട്ടിട്ടുണ്ട്, ഞാനൊരു ഫോട്ടോ ഷൂട്ടിന് ഇട്ടിട്ടുണ്ട്. ഈ മയിലൊരു വീക്ക്നെസ് ആണേ. ഇത് നോക്കി, നല്ല ജിഞ്ചിരി നല്ല കുഞ്ഞിക്കാച്ചിയാണ്. അതിൻ്റെ ജിമിക്കി ഉണ്ട്. അതിൻ്റെ ജിമിക്കിയുടെ ഒരു പ്രത്യേക ഷേപ്പാണ്, ഒരു ടാങ്കിൻ്റെ ഒക്കെ അടപ്പ് പോലെ. ഇത് നോക്കി, ഒരു മയിലും നല്ല ഭംഗിയാണ്. ശരിക്കും ഒരു ബ്ലാക്ക് സാരിയുടെ കൂടെയൊക്കെ, പ്ലെയിൻ സാരിയുടെ കൂടെയൊക്കെ ഇതിട്ട് അടിപൊളിയാണ്. ഇതും ഒരു മയിലിൻ്റെ. ഇത് നോക്കിയേ, പക്ഷെ ഇതിനൊക്കെ കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉള്ളതാണ്. വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു ജിമിക്കുണ്ട്, അത് കാണിച്ചു തരട്ടെ. അത് കാണിച്ചു തരാം, അതാണ് അടിപൊളി. വെയിറ്റേ ഇല്ല, തീരെ വെയിറ്റ് ഇല്ലാത്തതാണേ. ഇത് നോക്കി, പേപ്പർ വെയിറ്റ്, ലൈറ്റ് വെയിറ്റ്. ഇത് ശരിക്കും ആക്ച്വൽ ബ്ലാക്ക് മെറ്റൽ തന്നെയാണ്, അത് കണ്ടപ്പം മനസ്സിലായി കാണും. പക്ഷേ ഇതിൻ്റെ ഇത് കണ്ടോ, ഇതൊരു ബ്ലാക്ക് കാർബൺ ഫിനിഷോ എന്തോ അതിന് പറയുന്നത്, ഒരു മാർബിൾ ഫിനിഷ്, അങ്ങനെ പറയാം. പിന്നെ ട്രഡീഷണൽ കുറേ ജിമിക്കുകളുണ്ട്, അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന് ഭയങ്കര വെയിറ്റാണ്. ഇത് ശരിക്കും ഒരു മയിലാണ്. ഇത് ഞാൻ ഒരു മാട്ടി സെറ്റ് ചെയ്തിരിക്കുക, കാരണം ഇത് പുറകോട്ട് വെച്ച് ഇതിന് നല്ല വെയിറ്റാണ്. കണ്ടോ, ഇങ്ങനെ വരും. കണ്ടോ, അടിപൊളിയല്ലേ? ഇതൊരു നല്ല ജിമിക്കി. പിന്നെ വേറെ ജിമിക്കികൾ ഇഷ്ടം പോലെ. ഇത് ലക്ഷ്മി ജിമിക്കി. ഇതൊരു വമ്പിച്ച കഥയുള്ള ഒരു മാലയും കമ്മലുമാണ്. ഇതെന്തിനാ ഇതിൻ്റെ മാല കാണിക്കുന്നതെന്ന് ആലോചിച്ചോണം. ഈ മാല കാണിച്ചാലേ ഇതിൻ്റെ കമ്മലിൻ്റെ കഥ പറയാൻ പറ്റത്തുള്ളൂ. ഇത് ശരിക്കും ത്രെഡിൽ ചെയ്തിരിക്കുകയാണ് ഈ ലക്ഷ്മിയൊക്കെ. അപ്പോൾ ഞാനിത് മാല കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയൂ, നല്ല രസമുണ്ട് ഇത് മാല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തി, കാരണം ഇത് മേക്കപ്പൊക്കെ പറ്റി കഴിഞ്ഞാൽ ഇത് ചീത്തയാവും. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ വേണ്ട. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇല്ല, ഇതിൻ്റെ കമ്മലും കൂടെ കണ്ടേന്ന് പറഞ്ഞു. ശരിക്കും കമ്മൽ, ഇതിൻ്റെ നടുക്ക് കണ്ടോ, നടുക്ക് 3 ലക്ഷ്മിമാരാ കണ്ടോ. അതേ ലക്ഷ്മിമാരെ വെച്ചാണ് കമ്മൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പം സത്യം പറയാലോ, നോക്കിയ കുഞ്ഞു ലക്ഷ്മി കണ്ട. അപ്പം ഇത് ഞാൻ പൗർണമി തിങ്കളുടെ ഷൂട്ടിന് ഞാൻ ഇട്ടു. എനിക്ക് ഒത്തിരി പേര് എനിക്ക് വിളിച്ച് കമൻസ് പറഞ്ഞൊരു ജ്വല്ലറിയാണിത്. പക്ഷേ ഇതിൻ്റെ മാല കാണിച്ചാലും ഇതിൻ്റെ കമ്മൽ കാണിക്കുന്നതിൻ്റെ ക്യൂട്ട്നെസ് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ്. ഇത് കണ്ടോ, ഇത് പല കളേഴ്സിൻ്റെ കമ്മൽ. അതേ നോക്കിയേ, കണ്ടോ. ഇത് ടെറാക്കോട്ടയൊന്നുമല്ല, സാധാരണ പെയിൻറ്റഡ് ആയിട്ടുള്ള. ഇതിന് തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് എൻ്റെ അടുത്തത്. മറൂണ്, ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. മറൂണ്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതൊരു മൾട്ടി കളറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇച്ചിരി ആർഭാടമാണ്. ഇത് ഇച്ചിരി പക്ഷേ ഇതിൻ്റെ അറ്റത്തെ പീസൊക്കെ നോക്കിയേ, അതിൻ്റെ തന്നെ ഒരു ഗ്രീന് കണ്ടോ, നല്ല ഭംഗിയില്ലേ.
അതിന് തന്നെ വേറെ കളർ കാണിച്ചു തരാം, വേറെ ഒരു കോമ്പിനേഷൻ കാണിച്ചു തരാം. എടാ വാടാ, ഇതാ ഉണ്ടോ. ഇതെല്ലാം വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മലുകളാണ്. ഇനി കാണിക്കാനുള്ളത് കുറേ റാൻഡം ആയിട്ടുള്ള കമ്മലുകൾ കാണിച്ചു തരാം. ജിമിക്കി, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ജിമിക്കി കളക്ഷനാണ്. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത കാണുവേ. ഇത് കണ്ടോ, ഈ ജിമിക്കികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഒരിടയ്ക്ക് നമുക്ക് ഈ പേപ്പർ ജിമിക്കി, അതൊരു ഭയങ്കര ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. പേപ്പർ കൊണ്ടുള്ള ജിമിക്കി നമ്മൾ അവിടെയും വിട്ടുകൊടുത്തില്ല, പേപ്പറും നമ്മൾ സ്വീകരിക്കും. ഇതാ നോക്കി, ഇതും പേപ്പർ ജിമിക്കിയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് അറിയാമോ? പഴയ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. ഇതൊക്കെ എപ്പോൾ തൊട്ടുള്ള ഫോട്ടോസ് ഉണ്ടെന്നറിയാം. ഇതല്ലാതെ പഴയ ഓൾഡ് ഈസ് ഗോൾഡ്. പിന്നെ ഞാൻ നേരത്തെ പണ്ട് തൊട്ടേ ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ ഒരു എന്താ പറയണേ, എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നുന്ന ഒരേ ഒരു സാഹചര്യം ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളിടത്ത് മാത്രമാണ്. ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം നല്ലതല്ലേ? പിന്നെ ഇനി പണ്ടത്തെ പോലത്തെ ഈ സിമ്പിൾ ജിമിക്കികളുണ്ട് കേട്ടോ കുറേ. അതായത് കല്ല് വെച്ചിട്ടുള്ളത്. ഇതുണ്ടോ, ഇതൊക്കെ സാധാരണ ജിമിക്കികളാണ്. ഇതൊന്നും ഇതിന് വലിയ പ്രത്യേകത പറയാനൊന്നുമില്ല. പിന്നെ ഈ ഒരു ജിമിക്കിക്കൊരു കഥയുണ്ട്. ഇതെൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടുണ്ട്, പ്രദീപ് എന്ന് പറഞ്ഞ. പ്രദീപ് ഒരു നല്ല ഡാൻസറാണ്. പ്രദീപ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ജിമിക്കിയാണിത്. ഞങ്ങൾ ദുബായ്ക്കൊരു ഷോയ്ക്ക് പോയപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിലൊരു ലക്ഷ്മിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജിമിക്കിയാണ്. പിന്നെ സാധാരണ ജിമിക്കികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതൊരു നോക്കി, ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജിമിക്കിയാണ്. ഇതാണ് നല്ല ഭംഗിയില്ലേ? ഇതുണ്ട്. പിന്നെ ഇതൊക്കെ സാധാരണ ജിമിക്കീസ്, നോർമൽ. ഇതൊക്കെ കുറേ നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതൊക്കെ കണ്ടാലേ അറിയാം നല്ല പഴക്കം ചെന്ന ജിമിക്കികളാണ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജിമിക്ക കണ്ടോ. ഇത് നല്ല ചക്കട മുത്ത് ജിമിക്ക. ഇത് ശരിക്കും ഇതൊരു മാലയുടെ സെറ്റാണ്. ഇത് നോക്കിയേ, ഇത് നമ്മൾ പണ്ട് പറയും അടിലും ചുട്ടിയും എന്നും പറയും, ചെയിനും ചുട്ടിയെന്നും പറയും. അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ജിമിക്കി നോക്കി കണ്ടോ, കുഞ്ഞു ജിമിക്ക, സുന്ദരി ജിമിക്കി. കേടാ, ഇതുണ്ട്. പിന്നെ വേറൊരു ജിമിക്കി കാണിച്ചില്ല. അതെനിക്കൊന്ന് ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും കയ്യിലുള്ള ജിമിക്കി ആയിരിക്കും. ഇതൊരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇങ്ങനത്തെ ജ്വല്ലറീസ്, ജിമിക്കീസൊക്കെ എല്ലാവരുടെയും കയ്യിൽ കാണും കണ്ടോ, ഈ ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ പ്രത്യേകിച്ചും. പിന്നെ ഇത് നോക്കി, ഇത് കണ്ടോ, ഇതുണ്ട്. പിന്നെ ഇതുണ്ട്. ഇതൊരു കൃഷ്ണൻ്റെയാണ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജിമിക്കിയാണ്. ലക്ഷ്മി വാവ നീയൻ സൗഭാഗ്യം വാവ. ഓക്കെ, ഇത് ലക്ഷ്മിയാണ് കണ്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ലക്ഷ്മിയാണ്. ഇത് ഡിഫറെൻ്റ്, ഇത് ലക്ഷ്മിയൊന്നുമല്ല, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജിമിക്കി. നോക്കി കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് ഈ മാലയാണ്, അതിൻ്റെ സെറ്റായിട്ടുള്ള ജിമിക്കി കണ്ടോ. ജിമിക്കിയിലും ലക്ഷ്മിയുണ്ട്, മാലയിലും ലക്ഷ്മിയുണ്ട്. അതിൻ്റെ സെറ്റാണ്. ആ സെറ്റായതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നെ കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. നടരാജൻ്റെ മാല കാണിച്ചു, അപ്പോൾ അതിൻ്റെ കമ്മലിൻ്റെ അകത്തെ അതും ജിമിക്കിയായിരുന്നു കണ്ടോ. അതും ജിമിക്കിയാണ് നടരാജൻ്റെ കൂടെയുള്ള. അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജിമിക്കിയാണ്. ഇതേ കണ്ടോ, സിൽവറും ബ്ലാക്ക് മെറ്റൽ ഫിനിഷുള്ള അതും ജിമിക്കിയാണ്. ജിമിക്കി പറയുമ്പോൾ എല്ലാ ജിമിക്കിയും നമ്മൾ കാണിക്കണ്ടേ, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതല്ലേ. പിന്നെ ഏതാ ജിമിക്കി കാണിക്കേണ്ടത്? ജിമിക്കി അല്ലാത്തൊരു കമ്മൽ കാണിച്ചു തരട്ടെ. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു കമ്മലാണ്. ഒന്ന് അടുത്ത് വരുമോ? ഈ കമ്മൽ എങ്ങനെയുണ്ട്?
ആഹാ, ഗണപതി ഭഗവാന്റെ ഒരു കമ്മലാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ് ഇത്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു പാറ്റേണിലുള്ള. ഇതിൻ്റെ മുഖം കണ്ടോ? അതിന് എന്തൊരു ഫിനിഷിംഗ് ആണെന്ന് നോക്കിയേ. എൻ്റെ മുഖം നോക്കിയേ, കണ്ടോ? പിന്നെ അതുപോലെ ഫിനിഷിംഗ് ഉള്ള ഒരു കമ്മലാണിത്. ഇത് കണ്ടോ? ഈ കമ്മൽ അധികം ആരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പൂർണ്ണത്രയീശൻ്റെ കമ്മലാണ്. നോക്കിയേ, കണ്ടിട്ടുണ്ടോ? ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു കമ്മലാണ്. അപ്പോൾ ഇതൊക്കെയാണ് തൽക്കാലം എൻ്റെ കയ്യിൽ പെട്ടെന്ന് വന്ന കുറേ ജിമിക്കി കമ്മലും കളക്ഷൻസ്. അപ്പോൾ ഇതുപോലെ കുറേ കമ്മലുകളുണ്ട് കേട്ടോ. നോർമൽ ഇടുന്ന കമ്മലുകളുണ്ട്, നോർമൽ ഇടുന്ന മാലകളുണ്ട്, ഈ ചെറിയ സ്റ്റഡുകൾ മാത്രമുണ്ട്. പിന്നെ ഡാൻസിന് ഉപയോഗിക്കുന്ന ജ്വല്ലറി അത് വേറൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ ടെമ്പിൾ സെറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ടെമ്പിൾ സെറ്റിൻ്റെ കമ്മല്, മാല, വള, ഒടിയാണം, രാക്കുടി, എന്താ പറയുക, മുടിയിൽ വെക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു സെക്ഷൻ അത് വേറെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ പാർട്ടായിട്ട് കാണിക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കമ്മൽ അതിൻ്റെ ഒന്നും കമ്മൽ കാണിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജിമിക്കിയും കമ്മലിൽ തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ ഏതാണെന്ന് എനിക്ക് ഇൻബോക്സ് ചെയ്ത് തരണേ കമൻറ്റിൽ. എന്തിനാ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലർ ചോദിച്ചിട്ടുണ്ടേ, ചേച്ചി ഞങ്ങൾക്ക് തരുമോ, ആ മാല ഞങ്ങൾക്ക് തരുമോ? തരില്ല, പക്ഷേ മേടിക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു തരാം. വളരെ പ്രിയപ്പെട്ട കളക്ഷൻസ് ആയതുകൊണ്ട്. പിന്നെ ഒരുപാട് വർഷത്തെയാണ് കേട്ടോ. എല്ലാം കൂടെ മേടിച്ച് പാവം കിഷോറേട്ടനെ പിച്ചക്കാരനാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് വളരെ നമ്മുടെ ജോലിയിൽ നിന്നൊക്കെ മിച്ചപ്പിടിച്ചിട്ട് മേടിച്ചിട്ടുള്ള കളക്ഷൻസാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലായിടത്തും ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തണം. അപ്പം മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ഇതെല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ, ടാറ്റാ.